ഇസ്ലാം ഇഹലോകത്തും പരലോകത്തും വിജയവും പ്രതാപവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന സമ്പൂർണമായ മതമാണ്. അല്ലാഹു നൽകിയ ദീൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ട വിശ്വാസിക്ക് എന്നെന്നും അത് അഭിമാനകരമാണ്. ദീനിനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ആത്മാഭിമാനം വർദ്ധിക്കും. അതിന് അചഞ്ചലമായ വിശ്വാസം വേണം. അവന്റെ വിശ്വാസം എപ്പോഴും കാറ്റിലും കോളിലുമൊന്നും പതറിപ്പോവാത്ത, ചിതറിപ്പോവാത്ത ശക്തമായ ഈമാനോടെ എന്നും വേരുറച്ചുകൊണ്ട് നിൽക്കണം. വിശുദ്ധ ഖുർആൻ കലിമത്തുൻ തയ്യിബ, ഏറ്റവും നല്ല തയ്യിബായ കലിമ എന്ന് പറഞ്ഞ് നമ്മുടെ ഷഹാദത്ത് കലിമയെ പരിചയപ്പെടുത്തിയത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ. അല്ലാഹു ഉദാഹരിക്കുകയാണ് നിങ്ങളുടെ ഈമാൻ. ആ ഈമാൻ ഏതുപോലെയാവണം? കശജറത്തിൻ തയ്യിബ, ഒരു പടർന്ന് പന്തലിച്ച നല്ല വടവൃക്ഷം പോലെയാവണം. അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. ഏത് കാറ്റിലും കോളിലും ആ മരം വീണുപോവില്ല. അതിന്റെ ചില്ലകളോ അത് പടർന്ന് പന്തലിച്ച് ആകാശമൊക്കെ വളർന്നിരിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അവന്റെ ആന്തരികവും ബാഹ്യവുമായ എല്ലാം നന്നായിരിക്കണം എന്നാണ്. വേരുറച്ച വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് ഖദർ ഖദാഇലുള്ള വിശ്വാസം വരെ അടിയുറച്ച് ഏതേത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ ഭൂമി ലോകത്ത് അവന് വിപരീതാർത്ഥത്തിൽ അവന്റെ ചിന്തകൾക്ക് വൈഷമ്യമുണ്ടാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിരന്തരം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അവന്റെ വിശ്വാസം അത് അല്ലാഹുവാണ് എല്ലാം ഇവിടെ നടത്തുന്നത് എന്നവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയും അതിൽ അവൻ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യണം എന്നതാണ്. وما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم. അശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് എന്തേത് മുസീബത്തുകൾ എത്തിയാലും നിങ്ങൾ ആ മുസീബത്തുകൾ കൊണ്ട്, നിങ്ങളുടെ ഖദർ ഖദാഇലുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ അവിടെ ആത്മാഭിമാനികളായി നിലകൊള്ളുകയും എല്ലാ സമയത്തും നിങ്ങളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയും ക്ഷമാലുക്കളാവുകയും സന്തോഷമുള്ള വേളകളിൽ കൃതജ്ഞത നിങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങൾക്കെത്തിയ ഏത് മുസീബത്തുകളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാനിൽ നിന്നാണ്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഖൈറും ശർറും എല്ലാം വിധിക്കുന്നത്. ഏത് ഖൈറും ഏത് ശർറും പടച്ച തമ്പുരാനാണ് നിങ്ങൾക്ക് വിധിക്കുന്നത് എന്ന ബോധം ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിലേക്കാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ ക്ഷണിക്കുന്നത്. അതിന് വിഘാതമായി നിൽക്കുന്ന ആ ചിന്തകളെ വകഞ്ഞു മാറ്റുന്ന, അല്ലെങ്കിൽ ആ ചിന്തകളിൽ നിന്ന് നമ്മെ താഴെ ഇറക്കുന്ന എല്ലാവിധ കാര്യങ്ങളെയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം വെട്ടിമാറ്റുകയായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, നമ്മുടെയൊക്കെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയം കൂടെയാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങൾക്ക് എങ്ങാനും മുസീബത്തുകൾ എത്തിയാൽ വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ വലാകിൻ ഖുൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയരുത്. ചിലപ്പോൾ നമ്മൾ പറയും, ഒരു ബിസിനസ് നഷ്ടപ്പെട്ടാൽ പറയും, അന്ന് കാശ് ഇട്ടാൽ കിട്ടുമായിരുന്നു, അങ്ങനെ ചെയ്തില്ല. അവന് പറഞ്ഞ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലൗ എന്ന പ്രയോഗം, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന ഒരു പ്രയോഗം, ആ പ്രയോഗം നിങ്ങൾ നടത്തരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിപത്ത് എത്തുന്ന സമയത്ത്, അന്ന് അവരങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് കൊടുത്തത് കൊണ്ടല്ലേ സംഭവിച്ചത്, അന്ന് കൊടുക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ എന്നിങ്ങനെയുള്ള പ്രയോഗം അത് നിങ്ങൾ നടത്തരുത്. കാരണം എന്താണ്? അത് ശൈത്താന്റെ വഴികളെ തുറന്നിടുകയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാൻ.
അപ്പൊ നമുക്ക് അല്ലാഹുവാണ് എല്ലാം തരുന്നത്. പടച്ച തമ്പുരാൻ അത് നമുക്ക് ഖളാ ആക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖദർ ഖളായിൽ അത് നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. അദാസരിയായ ഖളായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ അങ്ങനെ വരണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വന്നത് എന്ന ഒരു വിശ്വാസത്തിന് ഇടർച്ച വരുന്നത് കൊണ്ടാണ് ആ പ്രയോഗം നിങ്ങൾ നടത്തരുതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ വിശ്വാസം എപ്പോഴും അചഞ്ചലമായിരിക്കണം. ആ വിശ്വാസത്തെ ചഞ്ചലമാക്കുന്ന, ആ വിശ്വാസത്തെ നിഷ്പ്രഭമാക്കി കളയുന്ന, ആ വിശ്വാസത്തെ ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു കാര്യമാണ് തുയറത്ത് എന്ന് പറയുന്ന ദുശ്ശകുനം കാണുക. എല്ലാ വിഷയങ്ങളിലും ദുശ്ശകുനം കാണുക. ദുശ്ശകുനം കാണുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല വിഷയങ്ങളാണ് പലർക്കും. ചില പക്ഷികളെ കണ്ടാൽ, അല്ലെങ്കിൽ പൂച്ച ഒന്ന് തുറക്ക് ചാടിയാൽ, കറുത്ത പൂച്ചയെ കണ്ടാൽ, അല്ലെങ്കിൽ ചില പേരുകൾ, അല്ലെങ്കിൽ ചില സംഖ്യകൾ, ഇതിനെയൊക്കെ പ്രത്യേകമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തകിടം മറിയുമെന്നും തകരാറുകൾ സംഭവിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുക ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് അശുഭ ചിന്തയാണ്. ദുശ്ശകുനങ്ങളെ കൊണ്ട് മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ നഷ്ടമാണ്. ഒന്ന് വിശ്വാസത്തിൽ അവൻ വഴിതെറ്റുന്നു എന്നതാണ്. മറ്റൊന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള സൽവിചാരമില്ലാതെയായി പോകുന്നു എന്നതാണ്. മറ്റൊന്ന് അവന്റെ മാനസികമായ പ്രയാസം, മാനസികമായ സംഘർഷം അത് വർദ്ധിക്കാൻ കാരണമാക്കുന്നു എന്നതാണ്. മറ്റൊന്ന് അവന്റെ ആത്മവിശ്വാസം തകരുന്നു എന്നതാണ്. മറ്റൊന്ന് അവൻ അലസനായി പോകുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച ചാടിയാൽ ഇന്നിപ്പോ അതിലേക്ക് പുറപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ അല്ലെ, അവൻ ആ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നില്ല, അവൻ അലസനായി പോവുകയാണ്, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ ഇടുങ്ങിപ്പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്തയും നിങ്ങൾ വെച്ചു പുലർത്താൻ പാടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുശ്ശകുനം, ആ ദുശ്ശകുനം എന്നത് യഥാർത്ഥത്തിൽ അവരവരുടെ ദീനിൽ കൃത്യമായ വിശ്വാസമില്ലാത്തവർ, അവിശ്വാസികൾ കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ഫിർഔനിന്റെ അനുയായികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ പ്രയോഗിച്ച പ്രയോഗമായിരുന്നു. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔനിനും ജനങ്ങൾക്കും വല്ല നന്മയും വന്നു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്, പടച്ച തമ്പുരാൻ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് നൽകിയതാണെന്ന് പറയുകയും എന്തെങ്കിലും വിപത്തുകൾ വരുന്ന സമയത്ത് അത് നിങ്ങൾ മൂസയും സംഘവും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിപത്തൊക്കെ എത്താൻ കാരണം എന്ന് അവർ പറയുമായിരുന്നു. ഇതേ പ്രയോഗം തന്നെയായിരുന്നു സമൂദ് ഗോത്രക്കാർ മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെയും അഴിച്ചുവിട്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ വിപത്തുകൾ വരുന്ന സമയത്ത് സമൂദ് ഗോത്രക്കാർ പറയാൻ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് നീയും സംഘവും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടായത് എന്ന്. സൂറത്ത് യാസീനിൽ അസ്ഹാബുൽ ഖറിയ വദരിബ് ലഹും അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞ ആ പേജിന്റെ മുഴുവൻ വിവരിക്കുന്ന വലിയൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ 3 മുർസലീങ്ങൾ നബിമാരാണ് എന്നും അല്ല, നബിമാരുടെ അനുയായികളാണ് എന്നും പ്രബോധനത്തിന് വേണ്ടി ഒരു നാട്ടിലേക്ക് എത്തുന്ന വലിയ സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് 3 വർഷക്കാലം നീണ്ടുനിന്ന വലിയ പ്രയാസകരമായ സാഹചര്യം അവർക്ക് അരങ്ങേറുകയുണ്ടായി. ആ സാഹചര്യത്തിൽ അവർക്ക് വരൾച്ച ഉണ്ടായപ്പോൾ അവർ പറഞ്ഞത് ഖുർആൻ പറയുന്നു, അങ്ങനെ തുടരാൻ ഖുർആൻ. അവർക്ക് നിർഗുണമായ കാര്യങ്ങൾ വന്നപ്പോൾ, അതല്ലെങ്കിൽ അവർക്ക് ഭവിഷ്യത്തായി വല്ലതും അവരുടെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ചില ആളുകൾ പറയും ഇന്നത്തെ ദിവസം മുഴുവൻ പോക്കാം, കാരണം ഞാൻ അവനെയാണ് കണി കണ്ടത് എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ഇല്ല, ഇസ്ലാമിലില്ല. അത് അന്ധവിശ്വാസമാണ്. അതിന് വേറിറക്കുകയാണ് ഖുർആൻ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, നിങ്ങളുടെ അവിശ്വാസങ്ങൾ, അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വിനയായി മാറുന്നത് എന്നാണ് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരോടും മുശ്രിക്കീങ്ങൾ പറഞ്ഞ വർത്തമാനം അങ്ങനെയായിരുന്നു. അവർക്ക് എന്തെങ്കിലും മോശം എത്തിയാൽ അതെല്ലാം നിങ്ങൾ കാരണമാണ്, നിങ്ങളെ കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയും. എന്നാൽ അല്ലാഹു പറയാൻ അവരോട് സവിസ്തരം ഖണ്ഡിതമായി പറയാൻ പറഞ്ഞു, ഏത് ഖൈർ വന്നാലും ഏത് ശർ വന്നാലും അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളണം എന്ന് പറയാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളോട് അവിടെ നിന്ന് പറയുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് നാം നിലകൊള്ളുന്ന സഫർ എന്ന് പറയുന്ന മാസത്തെ കുറിച്ച് ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സഫർ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ചില ആളുകളുടെ അന്ധവിശ്വാസമാണ്. അത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യം കൂടെയാണ്. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. സഫർ മാസം വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നിനും പറ്റാത്ത ഒരു ദുഷ്കരമായ മാസമാണ് എന്ന് കരുതുക, അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അന്ധവിശ്വാസമാണ്. അജ്ഞതയുടെ കാലഘട്ടത്തിൽ അവർ അതിനെ ദുശ്ശകുനമായി കാണുകയും ആ മാസത്തിൽ കച്ചവടമോ യാത്രയോ വിവാഹമോ ഒന്നും അവർ ചെയ്യുമായിരുന്നില്ല. കാരണം എന്താ? അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് വലിയ ഭവിഷ്യത്തായി മാറും. ആ യാത്ര പലപ്പോഴും പ്രശ്നങ്ങളിൽ അവസാനിക്കേണ്ടി വരും. ആ കുടുംബ ബന്ധം, വൈവാഹിക ജീവിതം തകർന്നു പോകേണ്ടി വരും എന്ന വിശ്വാസമായിരുന്നു. എന്നാൽ ഇതിനെ തിരുത്തുകയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ലാ അദ്വ വലാ തീറത വലാ ഹാമത വലാ സഫറ. ലാ അദ്വ, ഒരിക്കലും തന്നെ ഒരു രോഗവും അത് സ്വമേധയാ പകരുകയില്ല. അല്ലാഹുവാണ് പടച്ച റബ്ബ് ഒരു കാരണം വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ മുഖേന മാത്രമേ പകരുകയുള്ളൂ. അന്ന് അവരങ്ങനെ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ വേരെടുത്ത് കളഞ്ഞു. വല അത്വയവത്ത, ദുശ്ശകുനങ്ങളില്ലേ, പക്ഷി ലക്ഷണങ്ങൾ നോക്കിയിട്ട് പലതും അവര് പ്രവചിക്കുമായിരുന്നു. ഇത് ചെയ്യാൻ പാടില്ല. വല ഹാമത്ത, അതുപോലെ തന്നെ മൂങ്ങയെ കൊണ്ട് മറ്റു പക്ഷികളെ കൊണ്ടൊക്കെ അവർ യാത്ര പോകുന്ന അവസരത്തിൽ ആ പക്ഷികളെ പറത്തുകയും വലതുഭാഗത്തേക്ക് പറന്നുപോയാൽ ഈ യാത്ര വിജയിക്കും എന്ന് കണ്ടവർ യാത്ര പുറപ്പെടുകയും ഇടതുഭാഗത്തേക്കാണ് പറക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരിക്കലും നിങ്ങൾ അത് വിശ്വസിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നിട്ട് തങ്ങൾ പറഞ്ഞ വർത്തമാനം വലാ സഫറ, സഫർ എന്ന് പറയുന്ന നിങ്ങളുടെ ദുശ്ശകുനമായി കാണുന്ന സഫർ, അങ്ങനെ ഒരു സഫർ ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാക്ക കുറുകിയതിന്റെ പേരിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കറുത്ത പൂച്ച ചാടിയതിന്റെ പേരിൽ ആ പൂച്ചക്ക് സ്പീഡിൽ വേറെ എവിടെ നമ്മളെക്കാൾ മുമ്പ് പോകാനുണ്ട് എന്ന് കരുതിയാൽ മതി. അത്ര വിചാരിച്ചാൽ മതി. നമുക്കുള്ളതിനേക്കാൾ സ്പീഡ് അതിനുണ്ട്, അതിന് വിശപ്പടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സ്പീഡിൽ പോയതെന്ന് വിശ്വസിച്ചാൽ മതി. അതല്ലെങ്കിൽ മോങ്ങിയാലോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷികളുടെ ശബ്ദമുണ്ടായാലോ, അതൊക്കെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തും എന്നത് അന്ധവിശ്വാസമാണ്. അങ്ങനെ വിശ്വസിച്ചിരുന്ന സഫറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും തിരുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ഇസ്ലാമിക ലോകത്ത് വിപ്ലവാത്മകമായ വലിയ മാറ്റത്തിന് തിരികൊളുത്തിയ സംഭവമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ആ ഹിജ്റ ആരംഭിക്കുന്നത് സഫർ മാസത്തിലാണ്. ആ ഹിജ്റ ആരംഭിക്കുന്നത് യാത്ര പറ്റൂല എന്ന് പറയുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഏറ്റവും വലിയ യാത്ര, വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയ യാത്ര ഹിജ്റ എന്ന് പറയുന്ന ഏറ്റവും ഐതിഹാസികമായ യാത്ര തുടക്കം കുറിച്ചത് സഫർ മാസത്തിലാണ്. ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറയുന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലാണ്. ഈ വിവാഹം പറ്റില്ല എന്ന് പറഞ്ഞാലും വരേണ്ടതില്ല. സഫർ മാസത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഫറിനെ എടുത്തു നോക്കിയാൽ ഖൈബറിന്റെ വിജയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ അബവാ യുദ്ധവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകളെ നമുക്ക് അതിൽ നിന്ന് വായിക്കാൻ കഴിയും. അപ്പൊ സഫർ എന്ന മാസത്തെ ഒരു മാസം, ആ മാസം എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില സ്വാധീനങ്ങൾ ചെലുത്തും എന്ന വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭൂഷണമല്ല. അതവന്റെ വിശ്വാസത്തെ, അവന്റെ ഈമാനെ കാർന്നു തിന്നുന്ന വൈറസാണ് എന്ന് മനസ്സിലാക്കണം. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വഅമ്മാ തഖ്സീസു സുമി ബിസമാനിൻ ദൂന സമാനിൻ കതഖ്സീസി ശഹരി സഫരി ഔ ഗൈരിഹി ഫഹാദാ ഗൈറു സഹീഹ്. സഫറോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മാസം, ഒരാഴ്ച, ഒരു ദിവസം, ഒരു സമയം, ആ സമയത്ത് ഞാൻ ചെയ്താൽ എനിക്ക് എന്തൊക്കെയോ വരും എന്നൊരാൾ വിശ്വസിച്ചാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. കുല്ലു സമാനിൻ ശഖലഉൽ മുഅ്മിനു ബിത്വാഅത്തില്ലാഹി ഫഹുവ സമാനുൻ മുബാറകുൻ അലൈഹി. ഏതൊരു സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യൻ നന്മ പ്രവർത്തിച്ചാൽ അത് അവന് അനുഗുണമായി, അവന് ഖൈറായി ഭവിക്കും എന്ന് മഹാനവർകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. അതെന്താണ്? എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ ആഴ്ചയും ഒരുപോലെയല്ല. ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം, ഒരാഴ്ചയിലെ ഏറ്റവും നല്ല ദിവസം, ഒരു മാസത്തിലെ ഏറ്റവും നല്ല ആഴ്ച അങ്ങനെയൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ.
ഒരാഴ്ചയിലെ ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖൽബുൽ യൗം എന്ന് പറയാൻ പറ്റുന്ന ദിവസം സമയമാണ് സഹറിന്റെ സമയം, ഇടയത്താഴത്തിന്റെ സമയം. അതുപോലെ തന്നെയാണ് ബുക്കൂർ എന്ന് പറയുന്ന പ്രഭാത സമയം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. എനിക്ക് എന്റെ ഉമ്മത്തിന് ബുക്കൂറിൽ പ്രഭാത സമയത്ത് ബറക്കത്തുണ്ടാവട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലതിനെ നമുക്ക് തെരഞ്ഞെടുക്കാം. നിക്കാഹ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ മാസം, ആ മാസം നമുക്ക് തെരഞ്ഞെടുക്കാം ശവ്വാൽ മാസമാണ്. ഫുഖഹാക്കളൊക്കെ പറഞ്ഞു. അത് തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ, ദിവസങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. അത് തന്നെ പ്രഭാത സമയത്തായിരിക്കലാണ്. എന്നാൽ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ കച്ചവടത്തിന് അനുയോജ്യമായത് പ്രഭാത സമയമല്ല. പ്രഭാതം നല്ലതല്ലാത്തത് കൊണ്ടോ ആ ദിവസം നല്ലതല്ലാത്തത് കൊണ്ടോ അല്ല, അത് ജുമാ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഓരോന്നിനും ഏറ്റവും നല്ല സമയം ഉണ്ടാവും. ആ സമയം തെരഞ്ഞെടുക്കുക എന്നൊരു മുമ്പിനായ മനുഷ്യൻ ചെയ്യേണ്ടതാണ്. അത് വെച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സഅദ് നഹ്സ് എന്ന രൂപത്തിൽ വേർതിരിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല സമയം, എന്നാൽ അത്ര നല്ലതല്ലാത്ത സമയം, അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് വെച്ച് തന്നെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു മാസം, ആ മാസം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകും എന്ന വിശ്വാസം അതൊരു മുഅ്മിനായ മനുഷ്യനുണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവം നമ്മോട് പറഞ്ഞത് മൻ റദ്ദതുഹു തീറതു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുനിയുന്ന അവസരത്തിൽ ദുശ്ശകുനമാണ് ആ സമയം, ആ ദിവസം, ആ മാസം എന്ന് പറഞ്ഞ് സൗകര്യമുണ്ടായിട്ടും അവൻ ആ ദിവസത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ അവൻ ശിർക്ക് ചെയ്തവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഗൗരവമാണ്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മാ കഫാറത്തു ദാലിക, അതിന്റെ പ്രായശ്ചിത്തം എന്താണ് നബിയെ? ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അന്തഖൂല, നീ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറു, പടച്ചോനെ നീ തരുന്ന ഖൈറേ ഖൈറുള്ളൂ, വലാ ഖൈറ ഇല്ലാ ഖൈർ, നീ ദുശ്ശകുനമാക്കി ഞങ്ങൾക്ക് എന്ത് വെച്ചോ അതേ ദുശ്ശകുനമുള്ളൂ. അല്ലാതെ ഒരു സമയം, ഒരു മാസം, ഒരു പൂച്ചയുടെ ചാട്ടം, ഒരു ഇതൊന്നുമല്ല. വലാ ഇലാഹ ഗൈറക, നീ അല്ലാതെ മറ്റാരും ഇലാഹില്ല എന്ന് പറയണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ നന്മകൾ, നല്ല കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ നോക്കാം, അതിനും തങ്ങൾ പ്രോത്സാഹനം നൽകി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തീറത, നിങ്ങൾക്ക് ദുശ്ശകുനമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് വഖൈറു അൽ ഫഅൽ അത്തഫാഉൽ എന്ന് പറയും. ശുഭലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മൽ ഫഅൽ നബിയെ, എന്താണ് ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ? തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അൽ കലിമത്തു സ്വാലിഹത്തു യസ്മഉഹാ അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. നബി തങ്ങൾ അങ്ങനെ കേട്ടിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് പുറത്തേക്ക് വിടുന്ന സമയത്ത് നല്ല പേരുള്ള ആളെ തെരഞ്ഞെടുക്കുമായിരുന്നു. ഒരു ശുഭസൂചനയാണ്. ബാക്കിയുള്ളവരെ തെരഞ്ഞെടുക്കൂല എന്നല്ല, അതിന് മുൻഗണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും കൊടുക്കുമായിരുന്നു. യാ നജീബ്, യാ റാഷിദ് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്ക് മിക്ക സമയങ്ങളിലും തെരഞ്ഞെടുത്തിരുന്നത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. അതില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളാണ്. വളരെ കുറഞ്ഞ സമയങ്ങളിൽ ചെറിയ യാത്രകൾക്ക് ശനിയാഴ്ച തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ നമ്മൾ യാത്ര തെരഞ്ഞെടുക്കുമ്പോൾ ആ സമയങ്ങളൊക്കെ നമുക്ക് തെരഞ്ഞെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഖൈർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ശുഭലക്ഷണങ്ങൾ, നന്മകൾ, കാരണം അത് ഒരു മനുഷ്യന് പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അതൊക്കെ അവനെ തെരഞ്ഞെടുക്കാം. അപ്പൊ നല്ല ദിവസം, അന്ന് നാളെ ഒരു നല്ല ദിവസമാണല്ലോ, നമുക്ക് ഇന്നും ചെയ്യാം, നാളെയും ചെയ്യാം. അപ്പൊ നാളെ ഒരു നല്ല ദിവസമാണല്ലോ, ഖൈറുണ്ട്, എന്നാ പിന്നെ അന്നാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്താൽ അത് ലാപ്സായി പോകും, അതെനിക്ക് ദുർഗുണമായി ഭവിക്കും, അതെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവന്റെ പൂർണ്ണമായ വിശ്വാസം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, പടച്ച റബ്ബ്, ആ റബ്ബാണ് എനിക്ക് എല്ലാം നൽകുന്നത്, ആ റബ്ബിലാണ് എന്റെ തവക്കുൽ എന്ന അചഞ്ചലമായ വിശ്വാസമായിരിക്കണം. അതിലപ്പുറം ഒരു മാസത്തിനോ ഒരു ദിവസത്തിനോ ഒരു സമയത്തിനോ ഒരു ജീവിക്കോ ഒരു സ്ഥലത്തിനോ ഒരു വിധത്തിലുള്ള എഫക്റ്റും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധ്യമല്ല, അത് കഴിയുകയില്ല എന്ന വിശ്വാസമാണ് ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ടത്. ആ വിശ്വാസം നമ്മൾ രൂഢമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അകർത്തുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.